ഇപ്പോൾ ശബരിനാഥനെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഒന്ന് നമുക്ക് തത്സമയം കണ്ടുവരാം. എന്നൊരു മൊമെന്റമുണ്ട്. സാധാരണ നമ്മുടെ താഴെ വാർഡുകളിലുള്ള പല പ്രശ്നങ്ങളും പല വാർഡുകളിൽ ഉണ്ടാകുന്നില്ല. അപ്പം അതുകൊണ്ട് പഴയ ചില തെറ്റുകൾ തിരുത്തിക്കൊണ്ട് കോൺഗ്രസ് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് വരികയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗുണം ജനങ്ങളുടെ മനസ്സിൽ കാണുന്നു. തിരുവനന്തപുരത്ത് നമ്മൾ പല വാർഡുകളും പോകുമ്പോൾ നിങ്ങൾ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, നല്ലതാണ്, നല്ല സ്ഥാനാർത്ഥികളാണ്, നഗരത്തിൻ്റെ പരിച്ഛേദം തന്നെയുണ്ട്. ഇപ്പം ടെക്കി മുതൽ ആശാ വർക്കർമാർ വരെ നമ്മുടെ പാനലിലുണ്ട്. അതൊക്കെ പോസിറ്റീവായിട്ട് ജനം കാണുന്നുണ്ട്. എന്ന് മാത്രമല്ല, പൊളിറ്റിക്കലി ആളുകൾ ഇടതുപക്ഷം, പ്രത്യേകിച്ച് അവർ ഭരിക്കുന്ന കോർപ്പറേഷനുകൾ, അത് തൃശ്ശൂരാകട്ടെ, ട്രിവാൻഡ്രമാകട്ടെ, കൊല്ലമാകട്ടെ, അവർക്കെതിരെയുള്ള കോഴിക്കോടാകട്ടെ ഒരു വികാരമുണ്ട്. ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, നഗരങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല, ഫണ്ടുകൾ പോലും പൂർണ്ണമായി വിനിയോഗിക്കാതെ ഒരു നഗരത്തിന് അത് ഭാവി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഒരു വിഷൻ ഇല്ലാതെ പോയിട്ടുള്ളൊരു അഭിപ്രായമുണ്ട്. പിന്നെ BJP യുടെ കാര്യം പറയുമ്പോൾ, പ്രത്യേകിച്ച് തൃശ്ശൂർ അടക്കം എനിക്ക് പറയാനുള്ള കാര്യം, BJPക്ക് 2 മുനിസിപ്പാലിറ്റികളിലാണ് ഭരിക്കാനുള്ള അവസരം ജനാധിപത്യപരമായി ജനങ്ങൾ നൽകിയത്. ഒന്ന് പാലക്കാട് മുനിസിപ്പാലിറ്റി, ഒന്ന് പന്തളം മുനിസിപ്പാലിറ്റി. കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട ത്രിതല പഞ്ചായത്ത് ഭരണം നടക്കുന്ന 2 പ്രദേശങ്ങളാണിത്. നിങ്ങൾ പന്തളം മുനിസിപ്പാലിറ്റിയിൽ BJPക്കകത്തുള്ള ഇൻഫൈറ്റിംഗ്, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നമ്മളൊക്കെ അവിടെ ഇലക്ഷൻ പോയപ്പോൾ കണ്ടതാണ്. അവിടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പോലും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. അത്ഭുതപ്പെട്ടു പോയി. എന്നുവെച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് BJPക്കാർ പോലും പാലക്കാട് പോയപ്പം ഇവിടെ മെയിൻ നഗരത്തിൽ ഒരു 7 മണിക്ക് ശേഷം ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം ജനങ്ങൾ വോട്ട് നൽകി BJPക്ക് ത്രിതല പഞ്ചായത്തിൽ അവസരം നൽകിയ 2 പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റികൾ, പാലക്കാട് മുനിസിപ്പാലിറ്റിയും അതോടൊപ്പം പന്തളം മുനിസിപ്പാലിറ്റിയിലെ ഭരണം പരാജയമാണ്. അതുകൊണ്ട് BJP എന്നുള്ള പരീക്ഷണം ഈ ജനാധിപത്യ പ്രക്രിയയിൽ അവർ കേരളത്തിൽ ഇഫക്റ്റീവ് അല്ലാന്ന് അവരുടെ പൈലറ്റ് കൂടുതൽ തീരുമാനിച്ചു. കോൺഗ്രസ് ആണ്, UDF ആണ് ഒരു വയബിൾ ഓൾട്ടർനേറ്റീവ്. നമ്മൾ വികസനവും ഭാവിയിലത്തെ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് തന്നെ നമ്മൾ വിജയിക്കും. ശബരിനാഥ് പരീക്ഷണം മറ്റു പല സ്ഥലങ്ങളിലും കണ്ടില്ല. ഇല്ല, നടക്കും. പലയിടത്തും ഞാൻ പറഞ്ഞല്ലോ. ശബരിനാഥ് പരീക്ഷണം എന്ന് പറഞ്ഞത് മുൻ MLA-മാർ മത്സരിക്കുക എന്നുള്ള പരീക്ഷണം മറ്റു പല സ്ഥലങ്ങളിലും നടത്താവുന്നതായിരുന്നു. അല്ല, ഞാനെന്നൊരു വ്യക്തിയല്ല പ്രശ്നം. ഞാനിപ്പോൾ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി പാർലമെൻറ്റേറിയനായിരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഞാൻ പാർട്ടിയിലും പൊസിഷനുള്ള ഒരാളാണ്. അപ്പോൾ എന്നെ ഒരു മാധ്യമമായി ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ വരുമ്പം നിങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലൂടെ പാർട്ടിയുടെ നയങ്ങളും തിരുവനന്തപുരത്തെ കാര്യങ്ങളും പറയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുപോലെ പലയിടത്തും പലതരത്തിലുള്ള മിടുക്കരായിട്ടുള്ള ആളുകൾ, ഒരു വ്യക്തി മാത്രമല്ല, അല്ലെങ്കിൽ ഒരു MLA-യോ മുൻ MLA-യോ ഒരു KPC ജനറൽ സെക്രട്ടറി മാത്രമോ അല്ല പാർട്ടി, താഴെ തട്ടിലുള്ള പ്രവർത്തകർ മുതൽ നേതാക്കൾ വരെ. അതിൻ്റെ ഒരു നല്ലൊരു മിക്സ്, ആ മിക്സാണ് ഞാൻ പറയുന്നത്. തിരുവനന്തപുരത്ത് ഇപ്പം ഞാൻ മാത്രമല്ല, മിക്സ് നല്ലതാണ്. അത്ര നല്ല മിക്സുള്ള നഗരങ്ങളുടെയും ഗ്രാമങ്ങളുടെയും പരിച്ഛേദമായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് പ്രഖ്യാപനമായിട്ട് UDF വരും ദിവസങ്ങളിൽ വരും.